നമ്മൾ റെസിപ്പി ഷൂട്ട് ചെയ്യുന്ന ഇടയിൽ നമ്മുടെ പാനിലുള്ള എണ്ണ നമ്മുടെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആയി കയ്യിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും റെസിപ്പീസ് എടുക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ കുറേ ആയിട്ട് ഇങ്ങനൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ല. നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ റെസിപ്പീസാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് അധികം ഞാൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് എന്നും കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഷെയർ ചെയ്യാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാമെന്ന് വിചാരിച്ച്. സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ നമ്മുടെ കയ്യിൽ മൈക്ക് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ്. ആ റെസിപ്പി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്പി നമ്മളെല്ലാം ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ പാനിലുള്ള എണ്ണ നമ്മുടെ കാലിലൊക്കെ കുറച്ച് പോയിട്ടാണ്. ആ ഒരു പാൻ തന്നെയാണ് മറിഞ്ഞു പോയി. എന്നിട്ടാണ് നമ്മൾ പിന്നെ ആ കയ്യൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് എടുത്തത്. നന്നായിട്ട് തന്നെ കൈയൊക്കെ പൊള്ളി പോയിട്ടാണ്. ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ 3 വിരലും കാലും ഒക്കെ പൊള്ളിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊള്ളിപ്പോയി. ആ ഒരു എണ്ണ പോയതോടുകൂടി പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആയി. കയ്യിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും റെസിപ്പീസ് എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കാര്യങ്ങളല്ലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കണം എന്നൊക്കെ എന്നും വിചാരിക്കും. പക്ഷെ 3 ദിവസമായിട്ട് ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോടിത് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. വീഡിയോ നമ്മൾ എടുത്ത സമയത്തൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാം എടുത്ത് അവസാനത്തെ ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ പൊരിച്ച് അങ്ങ് കോരി എടുത്തപ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്ത സമയത്ത് അത് പോയത്. നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ പറ്റേണ്ടതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ് വെള്ളത്തിലൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. പിന്നെ നമുക്ക് അത് നല്ല പെയിനായിട്ട് തുടങ്ങി. പിന്നെ എന്തായാലും ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും തേച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. നല്ല സങ്കടമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മുടെ ചാനലൊക്കെ ഇങ്ങനെ ഒന്ന് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോസ് കാണാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ചാനലൊക്കെ നിർത്തിപ്പോയോന്ന്. പക്ഷെ നിർത്തിപ്പോയിട്ടില്ല. ഇൻഷാ അള്ളാ ഇതെല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നല്ല റെസിപ്പീസ് തന്നെ ഇടുന്നതായിരിക്കട്ടെ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇതാണ് ഉണ്ടായ നമ്മുടെ കയ്യിൽ എണ്ണ പോയി, കാലിലും പോയി, പൊള്ളി. ഒരു മാറ്റം കാണുന്നില്ല കേട്ടോ. വേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു പനിയും ചുമയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഉണ്ടായി ആ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിറ്റേ ദിവസം രാവിലെ എണീച്ച സമയത്ത് നല്ല ചുമ, പിന്നെ ചെറിയൊരു പനി ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അള്ളാ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ട്. ഇൻഷാ അള്ളാ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഇൻഷാ അള്ളാ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും നമ്മുടെ ചാനൽ കുറച്ചും കൂടെ വളർന്നു വരട്ടെ. അപ്പോൾ നമുക്ക് Q&A കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അധികം സംസാരിക്കാനും വയ്യ. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ആ റെസിപ്പി പിന്നെ എടുത്ത് പിന്നെ അത് അപ്ലോഡ് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഏകദേശമൊക്കെ എടുത്തതല്ലേ, നല്ല റെസിപ്പി അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് അത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തു. പിന്നെ ആ ഒരു വീഡിയോയിൽ ഞാനിത് ഷെയർ ആക്കാതെ നമ്മളെ റെസിപ്പീസ് കണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർ കാണുമ്പോൾ ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടാവേണ്ട, നമ്മളെ വീഡിയോയുടെ ഇടയിൽ ഇത് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ അതിലൊന്നും ഷെയർ ചെയ്യാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും, എൻ്റെ സൗണ്ട് ഓക്കെ അല്ല, മൈക്കില്ല, ഒന്നുമില്ല, അതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. സോ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇതാണ് ഉണ്ടായത്, കൈ പൊള്ളിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.